എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. സാധാരണ എല്ലാ വർഷവും ഉള്ളതുപോലെ നിങ്ങൾക്ക് ഇന്ന കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ള രീതിയിലല്ല ഈ വർഷം മുതലുള്ള ആ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ഓപ്ഷൻസ് നൽകിയതിനനുസരിച്ച് കോളേജ് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ തരാനായിട്ട് ആ ഒരു ഓപ്ഷനിൽ അഡ്മിഷൻ തരാനായിട്ട് കോളേജ് സന്നദ്ധത പ്രകടിപ്പിക്കും. അതായത് വില്ലിങ്നെസ് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോളേജ് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ തരാൻ സന്നദ്ധമായിട്ടുള്ള ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് അവിടെ ആ ഒരു കോളേജ് കോഴ്സിൽ പഠിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോളേജ് നൽകുന്ന ആ ഒരു വില്ലിങ്നെസ്, അതായത് ആ ഒരു കോഴ്സിലേക്ക് നിങ്ങൾ വെച്ച ഓപ്ഷനിലേക്ക് അഡ്മിഷൻ തരാൻ കോളേജ് നൽകുന്ന അതായത് കോളേജ് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ തരാം എന്നുള്ള രീതിയിൽ നിങ്ങളോട് സന്നദ്ധത അറിയിക്കുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്താലും റിജക്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും 24 മണിക്കൂർ കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ആ ഒരു കോളേജ് നൽകുന്ന സന്നദ്ധത എക്സ്പയർ ആയി പോകും. അപ്പോൾ അത് പിന്നീട് മറ്റ് വിദ്യാർത്ഥികൾക്കാണ് അതിൻ്റെ ആ ഒരു വില്ലിങ്നെസ് ലഭിക്കുക. നിലവിൽ വിദ്യാർത്ഥികൾക്ക് അവൈറ്റിംഗ് വില്ലിങ്നെസ് എന്ന് പറഞ്ഞ ഒരു മഞ്ഞ കളറിൽ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഇന്നും നാളെയൊക്കെ ആയിട്ട് നോക്കുക നിങ്ങൾക്ക് വില്ലിങ്നെസ് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വില്ലിങ്നെസ് ലഭിക്കും. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് കോഴ്സിലാണ് നിങ്ങൾക്ക് വില്ലിങ്നെസ് ലഭിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആ ഒരു ആക്സെപ്റ്റ് ചെയ്തുള്ള കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു നിലവിൽ കമ്മ്യൂണിറ്റി കോട്ട, അതുപോലെ തന്നെ സ്പോർട്സ് കോട്ട, കൾച്ചറൽ കോട്ട, PD കോട്ട എന്നിവയുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. റാങ്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ള കോളേജിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുകയും എന്നിട്ട് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ എടുക്കുകയും ചെയ്യേണ്ടതാണ്. റാങ്ക് ഡീറ്റെയിൽസ് നോക്കുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ cap.mgu.ac.in/UGPCap2026/ എന്നുള്ള പേജ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് മെനു ബാർ ക്ലിക്ക് ചെയ്ത ശേഷം റാങ്ക് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് സ്പോർട്സ്, കൾച്ചറൽ, PD കോട്ട അത് നോക്കേണ്ടവർ അത് ക്ലിക്ക് ചെയ്യുക, കമ്മ്യൂണിറ്റി മെറിറ്റിൻ്റെ നോക്കേണ്ടവർ അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കോളേജ് സെലക്ട് ചെയ്യുക, കോഴ്സ് സെലക്ട് ചെയ്യുക, സ്പെഷ്യലൈസേഷൻ സെലക്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഏത് കോട്ടയാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. കോട്ട എന്ന് പറയുമ്പോൾ സ്പോർട്സ്, കൾച്ചറൽ, PD കോട്ട. കമ്മ്യൂണിറ്റി കോട്ടയാണെങ്കിൽ അതിൽ കമ്മ്യൂണിറ്റി കോട്ടയാണ് കാണാൻ പറ്റുക. അപ്പോൾ അതിനനുസരിച്ച് സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കോളേജിൻ്റെ ആ ഒരു കോഴ്സിൻ്റെ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോളേജിൽ കോൺടാക്ട് ചെയ്ത് ഇഷ്ടപ്പെട്ട കോഴ്സാണെങ്കിൽ കോളേജിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. അതുപോലെ ഈ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ വാലിഡിറ്റി ജൂൺ 22 വരെ മാത്രമേ ഉള്ളൂ. അതുപോലെ മെറിറ്റിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെയും വാലിഡിറ്റി ജൂൺ 22 വരെ ഉള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഘട്ടങ്ങളിലേക്ക് നിങ്ങളെ പരിഗണിക്കാൻ നിങ്ങൾ വീണ്ടും ലോഗിൻ ചെയ്ത് പുതിയ ഓപ്ഷനുകൾ നിങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പുതിയ ഓപ്ഷൻ നൽകുകയാണെങ്കിൽ പുതിയ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ, അതായത് പിന്നീട് ഇതിന് ശേഷമുള്ള ജൂൺ 22 ശേഷമുള്ള ഘട്ടത്തിലെ ആ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിലെ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെടുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു അതായത് വില്ലിങ്നെസ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് അത് പരിശോധിക്കുന്നത്, അതുപോലെ തന്നെ അവൈറ്റിംഗ് വില്ലിങ്നെസ്, അതുപോലെ വില്ലിങ്നെസ് റിജക്റ്റഡ് എന്നിവയൊക്കെ പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. റിജക്റ്റഡ് ആണെങ്കിൽ അത് ഏതെങ്കിലും വിദ്യാർത്ഥി റിജക്റ്റ് ചെയ്തതായിരിക്കും. ഇനിയിപ്പോൾ വില്ലിങ്നെസ് അതായത് അവൈറ്റിംഗ് വില്ലിങ്നെസ് ആണെങ്കിൽ നിങ്ങൾക്ക് വില്ലിങ്നെസ് വരാനായിട്ട് നിങ്ങൾ കാത്തിരിക്കാനായിട്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്നും നാളെയൊക്കെ ആയിട്ട് നോക്കുക വില്ലിങ്നെസ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ നോക്കുക. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ ഒരു വില്ലിങ്നെസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുപോലെ കിട്ടിയിട്ടില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ cap.mgu.ac.in/UGPCap2026/login.jsp എന്നുള്ള പേജ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ടെമ്പററി അഡ്മിഷൻ ഇല്ല, പെർമനൻറ്റ് അഡ്മിഷൻ മാത്രമേ ഉള്ളൂ. ഒരു തവണ ഒരു വില്ലിങ്നെസ് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് മറ്റൊരു വില്ലിങ്നെസ് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഒരു വില്ലിങ്നെസ് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തു, അത് അബദ്ധത്തിലാണ് വില്ലിങ്നെസ് ആക്സെപ്റ്റ് ചെയ്തത്, അത് നിങ്ങൾക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി ഫീസ് അടക്കുന്ന മുമ്പായിട്ട് നിങ്ങൾ കോളേജിൽ കോൺടാക്ട് ചെയ്യുക. കോളേജിൽ കോൺടാക്ട് ചെയ്ത് ആ ഒരു വില്ലിങ്നെസ് എനിക്ക് വേണ്ട, അതൊന്ന് ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജ് ക്യാൻസൽ ചെയ്യും. യൂണിവേഴ്സിറ്റി ഫീസ് അടച്ച ശേഷം വില്ലിങ്നെസ് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. പാസ്വേഡോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ അറിയില്ല എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ഈ ഒരു മെനു ബാറിലല്ല ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പാസ്വേഡ്, ആപ്ലിക്കേഷൻ നമ്പർ, ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് റീസെറ്റ് ചെയ്യാനും റിക്കവർ ചെയ്യാനുമുള്ള ആ ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ ആണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ റിക്കവർ ചെയ്യാനുള്ള സ്റ്റെപ്പിലേക്ക് പോകാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ പാസ്വേഡാണ് മറന്നു പോയിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റീസെറ്റ് പാസ്വേഡ് ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ബാക്കി സ്റ്റെപ്പ് അതിൽ കാണാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് ബാക്കി സ്റ്റെപ്പുകൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് റീസെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് ആപ്ലിക്കേഷൻ നമ്പർ അല്ല, അതായത് വിദ്യാർത്ഥി നിങ്ങളുടെ ഈ ഒരു
പാസ്വേഡ് റീസെറ്റ് ചെയ്യാനും ആപ്ലിക്കേഷൻ നമ്പർ റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി ഇതിനുശേഷം സൈഡിലായിട്ടുള്ള മെനു ബാർ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സ്റ്റുഡൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നേരെ നിങ്ങൾ ഈ ഒരു ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്ക് പോകുക. അതിനുശേഷം നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും കൊടുക്കുക. എന്നിട്ട് ലോഗിൻ ചെയ്യുക. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്രിൻ്റ് ഔട്ടിൽ ചിലപ്പോൾ ക്യാപ്പ് ഐ ഡി എന്നൊക്കെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ക്യാപ്പ് ഐ ഡി ആണെങ്കിൽ അത് എന്താണെന്നുള്ളത് നോക്കിയിട്ട് ടൈപ്പ് ചെയ്തെടുത്ത് പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏതൊക്കെ ഓപ്ഷനുകൾക്കാണ് കോളേജ് വില്ലിങ്നെസ്, അത് കോളേജ് അഡ്മിഷൻ തരാനായിട്ടുള്ള ഒരു സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുള്ളത് അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വില്ലിങ്നെസ് എന്ന് പറഞ്ഞുകൊണ്ട് അതായത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ചില വിദ്യാർത്ഥികൾക്ക് അവൈറ്റിംഗ് വില്ലിങ്നെസ് ആണെങ്കിൽ അത് നിങ്ങൾ ഇന്നും നാളെയൊക്കെ ആയിട്ട് നോക്കുക വില്ലിങ്നെസ് ആയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വില്ലിങ്നെസ് ലഭിച്ച വിദ്യാർത്ഥികൾ അതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലും ഓപ്ഷനുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ ആ ഒരു ഓപ്ഷനിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള ഏതെങ്കിലും കോളേജ് കോഴ്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാവുന്നതും പിന്നീട് ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതുമാണ്. ഇനിയിപ്പോൾ ഒന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കോളേജ് കോഴ്സും നിങ്ങൾക്ക് അഡ്മിഷൻ വേണ്ട എന്ന് തോന്നുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാതിരിക്കാം അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാവുന്നതാണ്. ആക്സെപ്റ്റ് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും പിന്നീട് നിങ്ങൾക്ക് 24 മണിക്കൂറിന് ശേഷം ആ ഒരു ലിങ്ക് പിന്നീട് അതായത് ലിങ്ക് ഓട്ടോമാറ്റിക്കലി എക്സ്പയർ ആയി പോകുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ആ ഒരു ഏതെങ്കിലും കിട്ടിയുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, പഠിക്കാൻ താല്പര്യമുണ്ട്, ആ ഒരു കോളേജ് തന്നെ മതി എന്നുള്ള വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഫീ പേയ്മെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫീ പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ജനറൽ വിഭാഗത്തിന് 1695, അതുപോലെ മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഫീസ് തന്നെയാണ്. SC/ST വിഭാഗം ആണെങ്കിൽ 50 രൂപ, ബാക്കി എല്ലാവർക്കും 1695 രൂപയാണ്. അപ്പോൾ ആ ഒരു പൈസ നിങ്ങൾ ഓൺലൈനായിട്ട് അടക്കുക. അതുപോലെ തന്നെ വില്ലിങ്നെസ് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണ്ടാത്ത ഓപ്ഷൻ ആണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യേണ്ടതില്ല. ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള ഓപ്ഷനുകളാണെങ്കിൽ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാവുന്നതും പിന്നീട് നിങ്ങൾക്ക് ഒരു SC/ST വിഭാഗം 50 രൂപ, മറ്റുള്ള വിദ്യാർത്ഥികൾ 1695 രൂപ ഫീസായിട്ട് അടച്ച് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കുകയും അതിനുശേഷം അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ അഡ്മിഷൻ വേണ്ട ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്തുകൊണ്ട് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടുകയും ചെയ്യുക. അഡ്മിഷൻ നേടിയ ശേഷം വിദ്യാർത്ഥികൾ നിങ്ങളുടെ കൺഫർമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യല്ല കോളേജിൽ നിന്ന് വാങ്ങിക്കാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവായിട്ടുള്ള സ്ഥിരീകരണ സ്ലിപ്പ് കോളേജ് നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോൾ അത് വാങ്ങിച്ച് സൂക്ഷിച്ച് വയ്ക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് താൽക്കാലിക പ്രവേശനത്തിലുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല, എല്ലാ പ്രവേശനങ്ങളും പെർമനൻറ്റ് അഡ്മിഷൻ ആയിരിക്കും. അതുപോലെ കോളേജ് രേഖപ്പെടുത്തിയ വില്ലിങ്നെസ് 24 മണിക്കൂർ മാത്രമേ സജീവമായിരിക്കുള്ളൂ. അതിനാൽ ഏറ്റവും അഭികാമ്യമായിട്ടുള്ള ഓപ്ഷനിലെ വില്ലിങ്നെസ് 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. ഈ ഒരു ഫീസ് നിങ്ങൾ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് എടുത്ത് വിദ്യാർത്ഥികൾക്ക് ജൂൺ 22 വരെ കോളേജിൽ അഡ്മിഷൻ നേടാവുന്നതാണ്. നിലവിലെ റാങ്ക് ലിസ്റ്റിന് 22/6/2026 വരെ മാത്രമേ പ്രാബല്യമുണ്ടാവുള്ളൂ. അതിനുശേഷം രണ്ടാമത്തെ അലോട്ട്മെൻറ്റിനായിട്ട് നിങ്ങൾ പുതുതായിട്ട് വീണ്ടും ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നിങ്ങളുടെ ഓപ്ഷൻസ് പ്രോഗ്രാം അതായത് കോളേജുകൾ കോമ്പിനേഷനുകൾ അനുയോജ്യമല്ല എന്ന് തോന്നുന്ന പക്ഷം നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ ലഭിച്ച വില്ലിങ്നെസ് നിങ്ങൾ സ്വീകരിക്കേണ്ട, അതായത് ആക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളതാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യേണ്ടു. അതുപോലെ വില്ലിങ്നെസ് സ്വീകരിക്കുന്നതിന് മുമ്പ് വളരെ ശ്രദ്ധാപൂർവ്വം തീരുമാനമെടുക്കുക. ഒരിക്കൽ സർവ്വശാല ഫീസ് നിങ്ങൾ അടച്ച് നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്വീകരിച്ച വില്ലിങ്നെസ് പിന്നീട് മാറ്റാൻ പറ്റുന്നില്ല. അതായത് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ഒരു തവണ പോലെയാണ്. അതായത് നിങ്ങൾ ഒരു കോളേജിൽ വില്ലിങ്നെസ് ആക്സെപ്റ്റ് ചെയ്ത് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിലൊന്നും പങ്കെടുക്കാൻ പറ്റത്തില്ല. അതായത് ഈ ഒരു വില്ലിങ്നെസ് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ സർവ്വശാല ഫീസ് അടക്കുന്നതിന് മുമ്പ് നിങ്ങൾ സ്വീകരിച്ച വില്ലിങ്നെസ് റദ്ദാക്കാൻ ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെട്ട കോളേജിലേക്ക് ഇമെയിൽ അയച്ച് റദ്ദാക്കൽ അഭ്യർത്ഥിക്കുകയും തുടർന്ന് കോളേജുമായി ബന്ധപ്പെട്ട് ആ ഒരു വില്ലിങ്നെസ് ക്യാൻസൽ ചെയ്തത് കൃത്യമായിട്ട് അത് മനസ്സിലാക്കി വെക്കേണ്ടതുമാണ്. ഇനി ഏതെങ്കിലും പ്രത്യേക ഓപ്ഷനിൽ വില്ലിങ്നെസ് സ്വീകരിക്കാൻ കോളേജ് അധികൃതർ നിങ്ങളെ നിർബന്ധിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് നിങ്ങൾ സർവ്വശാലയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ വില്ലിങ്നെസ് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു ജൂൺ 22 വൈകുന്നേരം 3 മണിക്കുമ്പായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ എക്സ്പയർ ആയി പോകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് അതായത് ഒരു വില്ലിങ്നെസ് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള അതായത് വില്ലിങ്നെസ് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.